ഈ ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. അപ്പോൾ ഇന്ന് ഇച്ചിരി പരിപാടിയുണ്ട് കേട്ടോ. നമ്മളൊരു കഴിഞ്ഞ ദിവസം ഒരു ഓഫ് റോഡ് പോയായിരുന്നു ഗൈസ്. അപ്പോൾ നമ്മുടെ LC നല്ല പണിയായിട്ട് കിടക്കുവാണ്. വണ്ടിയിൽ അത്യാവശ്യം ചെളിയും ചെറിയ ചെറിയ ഇടിയൊക്കെ കിട്ടിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് സസ്പെൻഷനൊക്കെ ഒന്ന് ചെറുതായിട്ട് ശരിയാക്കണം. പിന്നെ കുറച്ച് ഫ്യൂവലൊക്കെ അടിക്കണം ഗൈസ്. അപ്പോൾ നമ്മൾ സിറ്റിയിലോട്ടാണ് പോകുന്നത്. സിറ്റിയിൽ നല്ലൊരു വർക്ക്ഷോപ്പ് ഉണ്ട് കേട്ടോ. നമ്മൾ എപ്പോഴും അവിടെയാണ് വണ്ടി ചെയ്യുന്നത്. നമ്മുടെ എല്ലാ വണ്ടിയും ചെയ്യുന്ന അവിടെയാണ്. നമുക്ക് ഗ്യാരേജ് ഉണ്ട് ഗൈസ്. പക്ഷേ നമുക്ക് ഇതൊരു ട്രിപ്പ് പോകും, ഒരു കണ്ടൻറ്റ്. അത് മാത്രമല്ല ഗൈസ്, നമുക്കിവിടെ CV ഇല്ല. CV ആണോ CW ആണോ, കാർ വാഷ് ഇല്ല ഗൈസ്. അപ്പോൾ കാർ വാഷോട് നമുക്കിവിടെ സെറ്റപ്പ് ചെയ്താലോ എന്നൊരു പ്ലാൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണേലും നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് സിറ്റിയിലേക്ക് പോകണം. എന്താണെങ്കിലും കഴുകണം. മെക്കാനിക്ക് മാത്രം ചെയ്തിട്ട് കാര്യമില്ല ഗൈസ്. ഇപ്പം ഇതാണ് നമ്മുടെ വണ്ടിയുടെ കോലം കേട്ടോ. വണ്ടി ഫുള്ള് ചെളിയാണ്. മഡിനകത്തൂടെ കൊണ്ടുപോയതാണ് ഗൈസ്. ഫുള്ള് ചെള്ളക്കകത്ത് കറക്കി എടുത്തതാണ് വണ്ടി. നല്ല രസമായിരുന്നു കേട്ടോ. അതൊന്നും വീഡിയോ എടുക്കാൻ എനിക്ക് പറ്റിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ നേരെ എന്താണേലും സിറ്റിയിലേക്ക് ഓടിച്ച് പോവാണ് ഇവിടുന്ന്. അപ്പോൾ നമുക്ക് പയ്യെ വണ്ടി ഇറക്കാം കേട്ടോ. പയ്യെ ഇറങ്ങത്തുള്ളൂ. തലവീശ് സ്പീഡൊന്നും ഇല്ല ഗൈസ്. ഇടിച്ചിടിച്ച് സ്പീഡെല്ലാം പോയി. നമുക്ക് പയ്യെ വണ്ടി ഇറക്കാം കേട്ടോ ഇവിടുന്ന്. ഇങ്ങനെയാണ് ഡോറടച്ച്. എന്താ ഇപ്പോൾ അവിടെ നടന്നേ ഗൈസ്? അത് ഇടാം. നമുക്ക് എന്താണെങ്കിലും നമുക്ക് സിറ്റിയിലോട്ട് പോകാം. മാപ്പ് ഇട്ടേക്കാം ഗൈസ്. എന്തേലും അബദ്ധവശാൽ വഴി തെറ്റിയാലോ. എനിക്കെന്താണെങ്കിലും മാപ്പ് ഇട്ടേക്കാം. മാപ്പ് ഇട്ടിട്ട് നമുക്ക് പോകാം കേട്ടോ. അതായിരിക്കും ബെറ്റർ. എന്താണെങ്കിലും അങ്ങോട്ട് പോകാം. ഇതിപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ അവിടെ ചെന്നിട്ട് കാണാം കേട്ടോ. അപ്പം നമ്മൾ വീഡിയോ ഒക്കെ കുറച്ച് ഡിലേ ആകും ഗൈസ്. ഇപ്പം കണ്ണിൻ്റെ കഴിഞ്ഞ ദിവസം ഹോസ്പിറ്റലിൽ പോയപ്പോഴത്തേക്കും 5 ദിവസം കൂടി ഇനി ഒരു മരുന്നിട്ടിട്ട് ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പം എല്ലാം ഒന്ന് സെറ്റായിട്ട് കുറേ നാളായി ഗൈസ്. നിങ്ങളെ ഞാൻ പറ്റിക്കുന്നു, ലൈവ് ഇടും എന്നൊക്കെ പറഞ്ഞ് നമുക്കൊരു ചെറിയൊരു ഷെഡ് പോലെ അടിക്കണം എന്നുണ്ടായിരുന്നു ഗൈസ്. അപ്പോൾ അതൊക്കെ അടിച്ച് പകുതിയായി നിൽക്കുന്നേ ഉള്ളൂ. പകുതിയെന്ന് വെച്ചാൽ ബഡ്ജറ്റിൻ്റെ കുറച്ച് ഇഷ്യൂ. അതാണ് ഗൈസ് സംഭവം. അപ്പോൾ വരും നമ്മളോടനെ ലൈവ്. കഴിഞ്ഞ ദിവസം ടെസ്റ്റായിട്ട് ചുമ്മാ കുറച്ച് ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, വൈകിട്ടൊക്കെ. അപ്പോൾ നമ്മളെന്താണേലും ലൈവ് വരും. അത് ഈ കണ്ണിൻ്റെയൊക്കെ ഒന്ന് കുറഞ്ഞിട്ടൊക്കെ വരുന്നുള്ളൂ. കാരണം എന്നാന്ന് വെച്ചാൽ ഓവർനൈറ്റ് ചെയ്യാനല്ലേ പ്ലാൻ. അപ്പോൾ ഓവർനൈറ്റ് ചെയ്യുമ്പോൾ കണ്ണിൻ്റെ വിഷയമൊക്കെ വരുന്നതുകൊണ്ട് എങ്ങനെയാണെന്ന് ഒന്ന് ഡിസ്കഷൻ ചെയ്യണം വീട്ടുകാരൊക്കെ ആയിട്ട്. അപ്പോൾ നമ്മളെന്താണെങ്കിലും ലൈവ് വരും ഗൈസ്. നമ്മൾ 12 മണിക്ക് ലൈവ് വരും. എന്നാണെന്നൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ ഒരാഴ്ച എടുക്കും. എൻ്റെ ഗൈസ് കണ്ണൊന്നും കാണത്തില്ല ഗൈസ്. അതാണ് വണ്ടി ഇങ്ങനെ പോയത് കേട്ടോ. എന്താണ് ലൈവ് വരും. ഒരാഴ്ചക്കുള്ളിൽ ലൈവ് ഇടാനുള്ള പ്ലാനിങ് ഒക്കെ ഉണ്ട്. കണ്ണിൻ്റെ ഒന്ന് ശരിയായാൽ മാത്രം മതി കേട്ടോ. പിന്നെ ആ ഒരു ഷെഡിൻ്റെ കാര്യം പറഞ്ഞത്, അത് ഓൾമോസ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആയിരിക്കുവാണ്. പിന്നെ റൂഫും സൈഡ് ഡോറും ഒക്കെ ചെയ്യാനുണ്ട്. അതൊക്കെ ഉള്ളു വിഷയം. അതൊക്കെ ഒന്ന് ചെയ്തിട്ട് ഇവനെ കൊണ്ട് തോറ്റു കേട്ടോ. അത് നമ്മൾ ചെയ്യുന്നതാണ്. ഉടനെ തന്നെ നമ്മളെല്ലാം സെറ്റാക്കും ഗൈസ്. അപ്പോൾ നമ്മൾ കുറേ നേരത്തെ ഡ്രൈവിന് ശേഷം നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ സിറ്റിയിൽ. ഇപ്പം നമുക്ക് നേരെ അങ്ങോട്ട് പോകാം. നല്ല ലാഗ് അടിക്കുന്നുണ്ട് ഗൈസ്. റെക്കോർഡ് കൂടെ ചെയ്യുമ്പോഴത്തേക്കും പണിയാണ്. ഇതിപ്പോൾ നമുക്ക് എന്താണേലും അവിടെ ചെല്ലാം. ഒത്തിരി ആളുണ്ടോയെന്ന് അറിയത്തില്ല. പുള്ളി എന്നെ വിളിച്ച് പോരാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് എന്താണേലും അങ്ങോട്ട് കയറ്റാൻ ഗൈസ് വണ്ടി. ഇതിപ്പോൾ നമ്മൾ CV വന്നു കേട്ടോ. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് വഴി തെറ്റിയായിരുന്നു. ഇവനെ കൊണ്ട് തോറ്റു പോകത്തേ ഉള്ളൂ ഗൈസ്. ഇവൻ ഇവിടെ കിടന്ന അലമ്പാണ്. അതൊന്നും മൈൻഡ് ചെയ്യേണ്ട, നമുക്ക് വീഡിയോ എടുത്തല്ലേ പറ്റൂ ഗൈസ്. അപ്പോൾ ഇവിടെ ചെറുതായിട്ടൊന്ന് ഇടിച്ചിട്ടുണ്ട് നമ്മൾ വണ്ടി. അപ്പോൾ ഗൈസ് നമുക്ക് നേരെ പോവാം. നമുക്ക് ഇവിടെയാണ് വർക്ക്ഷോപ്പ് ഗൈസ്. അപ്പം ഞാൻ അവനെ എങ്ങനെയെങ്കിലും ഒന്ന് ഓടിക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ. ഇതിപ്പം നമ്മൾ ഇവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ വർക്ക്ഷോപ്പിൽ നമ്മൾ വണ്ടി അങ്ങോട്ട് കയറ്റിയിടാം. വണ്ടി ഉണ്ടെന്ന് തോന്നുന്നു അവിടെ ഓൾറെഡി കുറച്ച്.
നമുക്ക് എന്താണെങ്കിലും അങ്ങോട്ട് കയറി നോക്കാം. ഇതാണ് ഗൈസ് നമ്മുടെ വണ്ടിയുടെ പുറത്തെ അവസ്ഥ. ആണല്ലേ, ഫുള്ളി ഇടിച്ച് ചളിങ്ങി ചെളിയൊക്കെ ആയിരിക്കുവാണ്. കണ്ടില്ലേ ഗൈസ്, ഫുള്ള് ക്രാക്കൊക്കെ ആയി ചില്ല്. പിന്നെ ഫുള്ള് ചെളിയാണ് ഗൈസ്, ചില്ല് ഫുള്ളൊക്കെ ക്രാക്കായി. വണ്ടി മൊത്തം പണിയണം, എന്നാലേ വേണ്ടേ. ഹെഡ്ലൈറ്റൊക്കെ പൊട്ടിപ്പോയിട്ടുണ്ട്. ഫ്രണ്ട് ഇത് കിറ്റൊക്കെ ചെറുതായിട്ട് ചളങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്ക് എന്താണേലും വണ്ടി കയറ്റിയിട്ട് അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. നമുക്ക് എന്തായാലും നോക്കാം. വീഡിയോ എടുക്കാൻ പറ്റുമെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും വീഡിയോ എടുക്കും. അപ്പോൾ ഗൈസ് നമുക്ക് വണ്ടി ഇറങ്ങി വരുന്നൊരിത് കാണാം. ഇപ്പം വണ്ടി പണിതിട്ട് വരാം കേട്ടോ ഗൈസ്. അപ്പോൾ വണ്ടി അവർ പറഞ്ഞത് ഇപ്പം ശരിയാക്കി തരാമെന്നാണ് പറഞ്ഞത്. വേറെ വണ്ടി ഉണ്ടെന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ നമുക്ക് അങ്ങനെ നിർബന്ധം പിടിക്കാൻ പറ്റത്തില്ല ഗൈസ്. അപ്പോൾ അവിടെ നല്ല തിരക്കുണ്ട്. അപ്പോൾ നമുക്ക് എന്നാണേലും വണ്ടി അങ്ങോട്ട് കുറച്ച് കയറ്റിയിടാം എന്ന് കയറ്റിക്കോളാം അവർ പറഞ്ഞ്. ഇപ്പോൾ നമുക്കെന്താണ് വണ്ടി വെച്ച് അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം. അവർ വന്ന് എടുത്തുകൊണ്ട് പോകുമ്പോൾ എടുത്തുകൊണ്ട് പോട്ടെ. അപ്പോൾ അവർ പണിതിട്ട് കൊണ്ടുവരുമ്പോൾ കാണാം ഗൈസ്. ഇപ്പം വണ്ടി പണിതിട്ട് വരാം ഗൈസ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ചെറുക്കന് ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. ഈ നോക്ക്, എൻ്റെ പൊന്നു ഗൈസ്, അങ്ങോട്ട് കയറിയ വണ്ടിയാണ് തിരിച്ചിറങ്ങി വരുന്നത്. നോക്ക് ഗൈസ്, അവർ നല്ല അടിപൊളിയായിട്ട് പണിത് തന്നിട്ടുണ്ട് കേട്ടോ വണ്ടി. കണ്ടില്ലേ, ഫ്രണ്ട് കിറ്റൊക്കെ ശരിയായി കിടപ്പുണ്ട് കേട്ടോ. കണ്ട ഗൈസ്, ആ ചില്ലയിലെ ക്രാക്കൊക്കെ അങ്ങ് പോയി. വണ്ടി അടിപൊളിയായിട്ടുണ്ട്. സോ ഭയങ്കര ഹാപ്പി ഗൈസ് വണ്ടി ഇങ്ങനെ കാണുമ്പോൾ ഗൈസ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് തന്നെയാണ് വണ്ടി മാറ്റിയിട്ടിട്ട് അടുത്ത് സംസാരിക്കാം കേട്ടോ ഗൈസ്. ഇപ്പോൾ നമ്മുടെ വണ്ടിയുടെ കോലം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതാണ് കേട്ടോ. അവർ നല്ല സെറ്റാക്കി പണിതിട്ടുണ്ട്, അടിപൊളിയാക്കിയിട്ടുണ്ട് ഗൈസ്. വണ്ടി നല്ല സെറ്റായിട്ട് അവർ പണിത് വെച്ചിട്ടുണ്ട് വണ്ടി. ഞാൻ വിചാരിച്ചില്ല ഇത്രയും സെറ്റാകുമെന്ന്, കാരണം ഫുള്ള് പോയായിരുന്നു ഗൈസ്. അപ്പോൾ ഇവരാണ് നമുക്ക് വണ്ടി ചെയ്ത് തന്നത് കേട്ടോ. കാർ മെക്കാനിക് എന്നാണ് ഷോപ്പിൻ്റെ പേര്. സിറ്റി തന്നെയാണ് ഗൈസ്, എല്ലാവർക്കും അറിയായിരിക്കും. സിറ്റി തന്നെയുണ്ട്, ഇവിടെ എല്ലാം ഉണ്ട് ഗൈസ്. വാഷിംഗ് ഉണ്ട്, മെക്കാനിക്കുണ്ട്, ടയറിൻ്റെ ഉണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. ഇപ്പോൾ വരുവാണെങ്കിൽ ഇങ്ങോട്ട് തന്നെ പോര് ഗൈസ്. അത്യാവശ്യം റേറ്റും കുറവാണ് ഗൈസ്. അപ്പം നമുക്ക് എന്താണേലും വണ്ടി എടുത്തുകൊണ്ട് നമുക്ക് വീട്ടിലോട്ട് പോകാം. ഇനി വേറെ പരിപാടിയൊന്നുമില്ല ഗൈസ്, വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഇൻറ്റീരിയറും അത്യാവശ്യം നല്ല ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്ലീനായിട്ടാണ് അവരെല്ലാം വർക്കും ചെയ്തിരിക്കുന്നത്. കണ്ടില്ലേ, അകമൊക്കെ നോക്കുമ്പോഴാണേലും വണ്ടി സീറ്റാണേലും അവിടെയൊക്കെ ഫുള്ള് ചെളിയായിരുന്നു ഗൈസ്. അപ്പോൾ ഫുഡ് നമ്മൾ കാല് വെക്കുന്നിടത്തൊക്കെ ഓഫ് റോഡ് പോയപ്പോൾ കുറേ മച്ചന്മാരുണ്ടായിരുന്നു, അവന്മാരൊക്കെ ഈ വണ്ടിയിലായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ചെളിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ നമ്മൾ സീനാക്കി തന്നിട്ടുണ്ട് അവർ. കണ്ടില്ലേ, സീറ്റൊക്കെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ബാക്ക് നോക്കിയാലും കണ്ടില്ലേ, അത്യാവശ്യം സീറ്റെല്ലാം ചെടിയൊക്കെ പോയിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിക്ക് പോയിട്ടുണ്ട്. താഴെയാണേലും നല്ല രീതിക്ക് അവർ ചെയ്തിട്ടുണ്ട്. ഈ ലിവറിൻ്റെയൊക്കെ ഇവിടെ കൈസ് ഇഷ്ടം പോലെ മണ്ണായിരുന്നു കേട്ടോ. അതൊക്കെ അവർ മാറ്റി തന്നിട്ടുണ്ട്. എന്താണേലും നമുക്കപ്പോൾ നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാൻ ഗൈസ്. അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം. ബാക്കി വിശേഷം ഒത്തിരിയൊന്നുമില്ല ഗൈസ്. ഇനി നമ്മൾ നേരെ വീട്ടിലോട്ട് വണ്ടി കൊണ്ടുപോവാണ്. ഇനി വീട്ടിൽ ചെന്നിട്ട് കാണാം ഗൈസ്. അപ്പം ബാക്കി വീഡിയോ ഗൈസ്. അപ്പം നമ്മളങ്ങനെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ തൊട്ടടുത്താണ്. അപ്പോൾ നമുക്ക് എന്താണേലും വണ്ടി അങ്ങോട്ട് കയറ്റിയിട്ടേക്കാം ഗൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലൈവ് ഉടനെ വരും കേട്ടോ ഗൈസ്. അപ്പോൾ കുറേ നാളായി ഞാൻ നിങ്ങളെ പറ്റിക്കുന്നു. വിഷുവിനല്ല ബർത്ത്ഡേക്ക് ലൈവ് ഇട്ടപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് വൈകിട്ട് തൊട്ട് ലൈവ് വന്നേക്കാന്ന് ഗൈസ്. അപ്പോൾ നമ്മൾ ഉടനെ ലൈവൊക്കെ ചെയ്യുന്നതാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നേരെ വണ്ടി അകത്തോട്ട് കയറ്റി പാർക്ക് ചെയ്യണമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. മഞ്ഞൊക്കെ വീഴുമ്പോൾ ഗൈസ് ഇന്നാൾ അകത്തിട്ടേക്കാൻ സേഫായി കിടന്നോട്ടെ വണ്ടി. ഇതിൻ്റെ പൊങ്ങാത്ത അപ്പം ഗൈസ്. അപ്പം നേരെ നമുക്ക് അകത്തോട്ട് കയറ്റിയിടാം. എന്നിട്ട് ഡോറൂടെ അടയ്ക്കാം ഗൈസ്. അപ്പം പൊടിയൊന്നും കയറത്തില്ല, സേഫായിട്ട് പാർക്ക് ചെയ്തേക്കാം ഗൈസ്. അപ്പോൾ വണ്ടി ഗൈസ് നമ്മളിനി ഗ്യാരേജ് പൂട്ടി നമ്മൾ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. വണ്ടി അവിടെ കിടന്നോളും, സെറ്റാണ്. നമുക്കിനി ചെന്നിട്ടൊരു കാപ്പിയൊക്കെ കുടിച്ചങ്ങനെ സെറ്റായിട്ടിരിക്കണം ഗൈസ്. അപ്പോൾ അകത്തോട്ട് കയറാൻ കേട്ടോ വീടിൻ്റെ. നമ്മളകത്തോട്ട് കയറി കഥ അടച്ചിടണം കേട്ടോ. കഥ അടച്ചിട്ടില്ലെങ്കിൽ ആ പേട്ടിയർക്കൻ ഇറങ്ങിപ്പോവും. അവനെപ്പോഴും ഉറക്കമാണേലും അവൻ പെട്ടെന്ന് ഇറങ്ങിപ്പോവും കേട്ടോ. ചില സമയം ഇറങ്ങിപ്പോവും.
കഴിഞ്ഞ ദിവസം ഞാൻ നോക്കിയപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ഒരു ഓഫ് റോഡ് ചെയ്ത സ്ഥലം ഉണ്ടായിരുന്നു ഗൈസ്, തൊട്ട് മണ്ടയിൽ. അത് ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ടോയെന്ന് അറിയത്തില്ല ഗൈസ്, ഞാൻ നോക്കട്ടെ. എന്താണേലും തൊട്ട് മണ്ടയിലാണ്, അവൻ അങ്ങോട്ട് കയറിപ്പോയി കേട്ടോ. ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ബൈ ബൈ.